എൻ്റെ പുറകിലേക്കൊന്ന് നിങ്ങൾ നോക്കിയേ, എത്ര വണ്ടിയാണ് പുറകിലിരിക്കണേന്ന്. കഴിഞ്ഞ ദിവസം രാത്രി സാഗർ വിളിച്ചിട്ട് പറഞ്ഞ് കുറച്ച് ആൾക്കാരായിട്ട് സൺറൈസ് കാണാൻ പറ്റിയ വയനാട്ടിലെ ഒരു ഹിഡൻ സ്പോട്ട് നോക്കി വെക്ക്, നമുക്ക് പോകാമെന്ന്. ഞാൻ ഓർത്തില്ല ഇത്രയും ആൾക്കാരുണ്ടാവുന്നു. ഇത്രയും ആൾക്കാരെയും ആ മലേൻ്റെ മേലേക്ക് കയറ്റുക ഇറക്കുക എന്നുള്ളത് വൻ ടാസ്ക്കാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് അതിലും വലിയ ടാസ്ക്കാണ്. ആകെ എനിക്ക് മാത്രമേ കയറാനുള്ള വഴി അറിയാവുള്ളൂ. ഈ 36 പേരെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യണം. വേറെ ആർക്കും ഇവിടെ കയറാനും ഇറങ്ങാനും വഴിയും കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ സ്റ്റുഡിയോൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മുടെ സ്പോട്ടിലേക്ക് പോയാണ് നമ്മൾ. ഇവർ കോഴിക്കോട് നിന്ന് വന്നതാണ് എല്ലാവരും. അപ്പോൾ ഞാനിവിടെ ഇവരെ വെയിറ്റ് ചെയ്ത് ബത്തേരിയിൽ നിൽക്കുകയായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് അമ്പലവയലിന് തൊട്ടടുത്താണ് നമ്മളിന്ന് ക്യാമ്പ് ചെയ്യാൻ പോണ ഈ ഒരു സ്പോട്ട്. നമ്മളിന്ന് ക്യാമ്പ് ചെയ്യാൻ പോണ ഈ ഒരു സ്പോട്ട് അടിപൊളി ഒരു മൂഡാണ്. കാരണം ഒരുപാട് ഉള്ളേരിയയിലാണ്. അവിടുന്ന് ലേശം ഓഫ് റോഡൊക്കെ കയറി ചെറിയൊരു കാടിനുള്ളിൽ കൂടിയൊക്കെ നടന്ന് മലയൊക്കെ കയറി ട്രക്കൊക്കെ ചെയ്ത് അടിപൊളി ഒരു വൈബ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്പോട്ടാണത്. ഫുൾ ടൈം രാവിലെയും രാത്രിയൊക്കെ ഫുള്ള് കോടമഞ്ഞാൽ നിറയപ്പെട്ട നല്ല തണുപ്പും വയനാട്ടിൽ തന്നെ അടിപൊളി ഒരു ക്ലൈമറ്റ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണത്. നിങ്ങൾക്കും ഇതേപോലെ തന്നെ നമ്മുടെ കൂടെ റൈഡ് ചെയ്യാനും ക്യാമ്പ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ഓരോ ഇവൻറ്റുകളൊക്കെ ഉണ്ടാവും. ഇനി അടുത്ത ലഡാക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. കൂടുതലും ട്രിപ്പുകളൊക്കെ വയനാട്ടിൽ തന്നെ ആയിരിക്കും മിക്കവാറും. വയനാട്ടിലുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. എന്താ ഒരു മൂഡ്, എത്ര വണ്ടിയാണ് നമ്മുടെ കൂട്ടത്തിലെന്നറിയാമോ. ഈ ഒരു വൈബ് അത് ആസ്വദിച്ച് തന്നെ അറിയേണ്ട ഒരു വൈബാണ്. രാത്രി 2 മണിയായി ഏകദേശം. ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ മൊത്തം എണീക്കും. ഈ 33 വണ്ടികളുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ചില്ലറ സൗണ്ടല്ല. ഇത്രയും സൗണ്ട് ഒരുമിച്ച് വണ്ടികൾ വരാൻ നേരം ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരൊക്കെ എല്ലാവരും എണീക്കും. ആരും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇത്രയും വണ്ടി ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരത്തെ കയറാൻ ശ്രമിച്ചേനെ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പോകാൻ പോകുന്ന സ്ഥലം ഒരുപാട് വന്യജീവികളുടെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. പിന്നെ പ്രത്യേകിച്ച് പേടിക്കാനുള്ള കടുവയാണ്. ഇത്രയും ആൾക്കാർ കൂട്ടമായിട്ട് വരാൻ നേരം കടുവയുടെ ആക്രമണം എന്തായാലും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പിന്നെ എന്തായാലും വന്ന് ഇനിയിപ്പോൾ അതോർത്തിരിക്കാൻ പറ്റില്ല. നമ്മളെന്തായാലും കയറാൻ പോവുകയാണ്. ഏകദേശം ഈ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീടുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകാൻ പോണ സ്ഥലത്ത് വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. കാടും മലയും മാത്രമേ ഉള്ളൂ. മനുഷ്യനറിയില്ല അവിടെ എന്ത് നടന്നാലും. അത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പോണത്. മേലേക്ക് കുറച്ച് ഓഫ് റോഡ് ഓടിച്ച് കയറ്റാം. പക്ഷേ ഈ 33 വണ്ടികൾ കയറ്റി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അവിടുന്ന് വളക്കാനും പിടിക്കാനൊന്നും പറ്റില്ല. ഈ ഒരു ചെറിയ വഴിയിലൂടെയാണ് നമുക്ക് മേളിലേക്ക് കയറേണ്ടത്. അപ്പോൾ അത്രയും വണ്ടി അവിടുന്ന് തിരിച്ചു പോരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം താഴെ തന്നെ വെച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്കുള്ള ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം ഈ ഒരു ഭാഗം വരെ വലിയ കുഴപ്പമില്ല. അത് ഇവിടെ മുതലാണ് കാട് തുടങ്ങുന്നത്. പിന്നെ ഇവിടുത്തെ കാടെന്ന് പറഞ്ഞാൽ ഈ ചെറിയ മരങ്ങളുള്ള കാടുകളാണ്. ഇതിലും വഴി പിന്നെയും കുഴപ്പമില്ല, നടന്നു പോവാം. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഫുള്ള് പുല്ല് വളർന്നിരിക്കുന്ന പോലത്തെ കാടുകൾ വന്നത്. ഈ ഇഴജന്തുക്കളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ മഴക്കാലവും കൂടിയാണ്. മിക്കവാറും എല്ലാവരുടെയും കാലയിൽ അട്ടയും കയറാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഫുള്ള് എല്ലാ ഭാഗവും ഞാൻ കാണിച്ചു തരുന്നില്ല. കാരണം വീഡിയോ ഒരുപാട് നീളമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. പിന്നെ അതേപോലെ തന്നെ ഇനി അതും കഴിഞ്ഞുള്ള പിന്നെ ഈ പാറേൻ്റെ മേലേക്ക് കയറണം. ഇപ്പം ഈ വേനൽമഴ വയനാട്ടിൽ വൈകിട്ട് എല്ലാ ദിവസവും വേനൽമഴ ഉള്ളതുകൊണ്ട് പാറയൊക്കെ ഏകദേശം തെന്നി കിടക്കുകയാണ്. ഇതിൻ്റെ മേലേക്ക് നടന്ന് കയറുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. പലരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന റൈഡേഴ്സ് ഒക്കെ ഉണ്ട്. ഏകദേശം റൈഡ് ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. അതും കഴിഞ്ഞ് ജാക്കറ്റൊക്കെ ഇട്ട് ഇതിന്റെ മേലേക്ക് കയറുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. ഏകദേശം നമ്മൾ കുറച്ച് മലേന്റെ മേളിലെത്തി. ആ കാണുന്നതെല്ലാം ബത്തേരി ടൗൺ ആണ്. ആ കാണുന്നത് നമ്മൾ ഇവിടെയെല്ലാം സ്റ്റേ ചെയ്യാൻ പോണത് ഈ മലയുടെ അങ്ങേറ്റത്തേക്കാണ്. അവിടെയാണ് കറക്റ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇമാരിപ്പെട്ട എല്ലാവരുടെ കയ്യിലും ടെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും വന്നപ്പോൾ തന്നെ ടെന്റും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി തുടങ്ങി. മഴയൊന്നും പെയ്യാൻ ചാൻസ് ഇല്ല. വേനൽ മഴ ഇപ്പോൾ വൈകിട്ട് മാത്രമേ ഉള്ളൂ. രാത്രിയും രാവിലെയൊന്നും ഇവിടെ ഇങ്ങനെ മഴ കിട്ടാറില്ല. ഇപ്പം
ഞാനും എന്തായാലും എൻ്റെ ടെന്റും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി. എനിക്ക് എന്തായാലും ഉറക്കമൊന്നും വന്നില്ല. ഇപ്പം എന്തായാലും സമയം 3 മണിയോളം ആകാനായി. ഇവരെല്ലാം ഒരുപാട് ദൂരെയൊന്നും തന്നെയല്ലേ. ആർക്കെങ്കിലും ക്ഷീണമുണ്ട്, ആർക്കെങ്കിലും ടെന്റ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കിടന്നുറങ്ങിക്കോട്ടോ എന്നുള്ളൊരു മൂഡിൽ എടുത്തിട്ട് വന്നു ആ ടെന്റ്. അങ്ങനെ കുറച്ച് ആൾക്കാർ ക്യാമ്പ് ഫയർ ഇടാൻ വിറകെടുക്കാൻ പോയിട്ടുണ്ട്. അവരെ ഒന്ന് പോയി നോക്കാം നമുക്ക്. അവർ ഇവിടുന്ന് വിറകൊക്കെ എടുത്ത്, കത്തിയും കാര്യങ്ങളൊന്നും നമ്മുടെ ഈ പ്രാവശ്യം ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഉണക്ക വിറകുകളൊക്കെ ഒടിച്ച് കാട്ടിലെ വള്ളിയൊക്കെ പറിച്ച് കെട്ടി സെറ്റാക്കി വെച്ചേക്കണ സമയത്താണ് ഞാനവിടെ ചെന്നത്. അതൊക്കെ ചുവന്ന് മല കയറ്റി മേലെ കൊണ്ടുവന്ന് നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള നല്ല ചെക്കന്മാർ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഒക്കെ സെറ്റാക്കി വൈബാക്കി നല്ല വൈബ് ക്യാമ്പ് ഫയർ ഇവിടെ നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കേ. ഒരു ക്യാമ്പ് ഫയർ ഇല്ലാതെ എന്ത് ക്യാമ്പിംഗ് അല്ലേ. വയനാട്ടിലെ ഈ ഒരു തണുപ്പത്ത് ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിരുന്നാലേ ഏകദേശം ഒരു വൈബ് കിട്ടുള്ളൂ. അങ്ങനെ ഏകദേശം വെളിച്ചം വന്നു തുടങ്ങി. കോടയൊന്നും ഇറങ്ങിയിട്ടില്ല, വെളിച്ചം മാത്രമേ വന്നിട്ടുള്ളൂ. എങ്കിലും കോടയുണ്ട്, വലുതായിട്ട് കോട വന്നില്ല. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് കോട വരാൻ തുടങ്ങിയത്. എന്താ ഒരു വൈബ് ഇവിടുത്തെ കോടയെന്ന് പറഞ്ഞാൽ. ഇത്രയും കോട വയനാട്ടിൽ ഈ ഒരു ഭാഗത്തെ കിട്ടിയതായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളു. വയനാട്ടിൽ വേറെ എവിടെ ചെന്നാലും ഇതിന്റെ മേലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ദിവസവും നല്ലൊരു കോട ഉണ്ടാവും രാവിലെ സൺറൈസ് കാണാൻ എത്തിയിട്ടുണ്ടെങ്കിൽ. കോട വന്ന് പോണ പോക്ക് കണ്ട. കോട കാറ്റ് വന്ന പോലെയാണ് കോട വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ ഏപ്രിൽ മാസം ഇത്രയും വലിയ വേനൽ ചൂട് കാലത്താണ് നമ്മുടെ വയനാട്ടിൽ ഇത്രയും നല്ലൊരു ക്ലൈമറ്റ്. ഒന്ന് ആലോചിച്ച് നോക്ക്, വയനാട്ടിലെ ഒരു ക്ലൈമറ്റ്, ഇവിടുത്തെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ക്ലൈമറ്റാണ്. എത്ര വലിയ ചൂടുകാലമാണെങ്കിലും ഇവിടെ നമുക്ക് ചൂടെടുക്കൂല. അങ്ങനെ കോടമഞ്ഞെല്ലാം പോയി. നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്ത സ്ഥലം ഒന്ന് നോക്ക്. ഈ ഒരു പാറേന്റെ മേലയിലാണ് നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്തത്. ടെന്റും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവരും അഴിച്ചു മാറ്റി. ഇത്രയും നേരം കോടമഞ്ഞുള്ളതുകൊണ്ട് സൂര്യനെ കാണാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ സൂര്യനൊന്ന് തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ വന്ന കുറച്ച് ആൾക്കാർ പുതിയ ആൾക്കാരുണ്ട്. എല്ലാവരെയും തമ്മിൽ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റൈഡ് കോർഡിനേറ്റർ സാഗർ റെക്സിൻ. ഇതാണ് സെൻസാവിയോ, നമ്മുടെ ടീമിലുള്ള ഏറ്റവും വൈബായിട്ടുള്ള ചങ്ങായിയാണ്. ഇയാൾ വന്നാലേ നമ്മുടെ പരിപാടിക്ക് ഒരു വൈബുള്ളൂ. അപ്പൊ ഇയാളെ പറ്റി ഒന്ന് കേൾക്കാം. ജോലി ഉണ്ടായിരുന്നു, ഞാൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ ഇല്ല, അവിടുന്ന് പറഞ്ഞു വിട്ടു. ഇപ്പൊ ഇങ്ങനെ നടക്കുന്നു. എന്താ പറയാ, സാഗരേട്ടന്റെ ഒപ്പമാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വണ്ടി എടുത്തപ്പം സാഗരേട്ടന്റെ ഒപ്പം ഒരു 2 കൊല്ലമായിട്ട് ഇങ്ങനെ ഉണ്ട്. സാഗരേട്ടന്റെ ഒപ്പം മാത്രമേ റൈഡ് പോയിട്ടുള്ളൂ. അപ്പൊ എല്ലാവട്ടും വിളിക്കും, ഇങ്ങനെ പോകും. പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷം. സ്നേഹ പുതിയ ബൈക്ക് വാങ്ങിയതിന് ശേഷമാണ് നമ്മൾ പ്രോപ്പറായിട്ട് റൈഡിങ്ങിലേക്ക് വരുന്നത്. പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും ഐഡിയാസ് വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഇവൻറ്റ്സ് വെക്കാറ്. ഈ നൈറ്റ് റൈഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ. എൻ്റെ പേര് സ്നേഹ, കാലിക്കറ്റാണ് വീട്. ഞാൻ ഒരു ഫ്രീലാൻസ് വെബ് ഡെവലപ്പറാണ്. പിന്നെ ഇപ്പം പെഡ്ലോക്കിലാണ് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ റൈഡ്, ഈ സാഗർ പറഞ്ഞ പോലെ ബൈക്ക് എടുത്തതിന് ശേഷം നമ്മൾ റെഗുലർ റൈഡ്സ് പോകാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ റൈഡ്സ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഗ്രൂപ്പ് റൈഡ്സ് പോകാൻ തുടങ്ങി. പിന്നെ അത് റൈഡ് നമ്മൾ ഒരുമിച്ച് എല്ലാവരും നമുക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ഇതേപോലെ നമ്മൾ റൈഡ് ഒരു റൈഡ് ഡേറ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് റൈഡ് വെക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെയായിരുന്നു നമ്മൾ. സാഗറിൻ്റെ ഐഡിയ ഇല്ല, അവൻ്റെ ഒരു വലിയ ഡ്രീം ആയിരുന്നു 1000 റൈഡേഴ്സിൻ്റെ ഇവൻ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ സ്നേഹ LP സ്കൂൾ മുതൽ ഒരുമിച്ചാണ്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഒരുമിച്ചാണ്. അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ വെയിൽ വന്നതിന് മുമ്പ് മലേന്റെ മേലേന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ പോയി. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ നമ്മൾ ഫുള്ള് റൈഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വരാൻ പോണ മഴക്കാലമാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ പാറയൊക്കെ നനഞ്ഞ് തെന്നിക്കിടക്കിയിരിക്കും. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങലും കയറലൊക്കെ വലിയ ടാസ്ക് ആയിരിക്കും.
അതേപോലെ തന്നെ അട്ടശല്യം ഭയങ്കരമായിരിക്കും. മൺസൂൺ സീസണിൽ ഈ ഒരു ഭാഗത്തേക്ക് വരാൻ നേരം ലേശം സൂക്ഷിച്ച് വേണം വരാനായിട്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ പാറേൻ്റെയൊക്കെ മേലേക്ക് കയറുന്ന ഭാഗം കുത്തനെയുള്ള ഭാഗം. ഇവിടെ മഴ പെയ്ത് തെന്നിക്കിടക്കുന്ന സമയത്താണ് നമ്മൾ കയറാനും ഇറങ്ങാനും നോക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ പോകും എന്നുള്ള കാര്യം കൺഫേം ആണ്. പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ രാത്രി വന്നൊരു ഭാഗമാണ്. ഫുള്ള് കാട് പോലത്തെ ഒരു ഭാഗമാണ്. ഒരു ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ പുല്ലൊക്കെ പിടിച്ച് ഈ കാട് പോലെ നിൽക്കുന്ന ഒരു ഭാഗം. ഈ ഒരു ഭാഗത്തോടി പോകുമ്പോൾ മാക്സിമം സൂക്ഷിക്കണം. എന്തൊക്കെയാണേലും എന്താല്ലേ ഭംഗി, ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ നല്ല കിളികളുടെ സൗണ്ടും. താഴെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അമ്പലത്തിന്റെ അവിടെ നമ്മൾ വണ്ടി വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഏകദേശം ഈ ഒരു ഗേറ്റിന്റെ അവിടം വരെ വണ്ടി കൊണ്ടുവന്ന് വെക്കാൻ ഞങ്ങൾ കൊണ്ടുവന്നില്ല. ഞങ്ങൾ വണ്ടി വെച്ചത് താഴെ ഈ അമ്പലത്തിന്റെ ഈ പാർക്കിങ്ങിലാണ് വണ്ടി വെച്ചിട്ട് കയറിയത്. അപ്പൊ ഞാൻ ഈ സ്ഥലം എവിടെ എന്നുള്ളത് പറഞ്ഞില്ലല്ലേ. വയനാട്ടിലെ അമ്പലവയലിൽ പൊന്മുടിക്കോട്ട അമ്പലമുണ്ട്. അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് മേലേക്കുള്ള റോഡ് കയറി ആ വീഡിയോയിൽ കണ്ട കാട് കയറി മല കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പോയ സ്പോട്ടിൽ നിങ്ങൾക്കും പോകാൻ പറ്റും. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. രാവിലെ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്കുള്ള റൈഡ് തുടങ്ങാനായിട്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത വീഡിയോ വരുന്നതാണ്. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലത്തെ കൂടുതൽ വീഡിയോകളുമായി ഞാൻ ഇനിയും എത്തും.